നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബൈക്കിലെത്തി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന വിരുദ്ധൻ കൊടകര പോലീസിന്റെ പിടിയിലായി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ ചേർന്നു. ഹരിതസഭ വാഗ്ദാനം പാലിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. അതിരപ്പിള്ളിയിൽ കാട്ടാന മറിച്ചിട്ട എണ്ണപ്പന ദേഹത്ത് വീണ് പശു ചത്തു. വാർത്തകൾ വിശദമായി. ഇരുട്ടു വീണാൽ ബൈക്കിലെത്തി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന വിരുദ്ധൻ കൊടകര പോലീസിന്റെ പിടിയിലായി. പാപ്പാളിപ്പാടത്ത് താമസിക്കുന്ന മറ്റത്തൂർക്കുന്ന സ്വദേശി പത്തമടക്കാരൻ വീട്ടിൽ 31 വയസ്സുള്ള ഷനാസ് ആണ് പിടിയിലായത്. മറ്റത്തൂർക്കുന്ന്, ആറ്റപ്പള്ളി, മൂലംകുടം എന്നിവിടങ്ങളിൽ എല്ലാ ദിവസവും ഇരുട്ടു വീണു തുടങ്ങുന്ന സമയത്ത് ബൈക്കിൽ സഞ്ചരിച്ച് ജോലി കഴിഞ്ഞും മറ്റും വീട്ടിലേക്ക് നടന്നും സ്കൂട്ടറിലും മടങ്ങുന്ന സ്ത്രീകളുടെ പുറകിലൂടെ എത്തി കടന്നുപിടിച്ച് ഉപദ്രവിക്കുന്നതാണ് ഇയാളുടെ രീതി. പെട്ടെന്നുള്ള ആക്രമണത്തിൽ സ്ത്രീകൾ ഭയപ്പെടുകയും സ്കൂട്ടറിൽ നിന്നും മറ്റും മറിഞ്ഞു വീഴുന്നതും പതിവായിരുന്നു. മറ്റത്തൂർക്കുന്ന് സ്വദേശിനിയുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും വഴിവിളക്കില്ലാത്ത ഇടങ്ങളിലും ഇയാളെ പിടികൂടാൻ പോലീസ് നിരീക്ഷണം നടത്തിയിരുന്നു. 1.5 കൊല്ലമായി ഈ രീതിയിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇയാൾ ഭീതി പരത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. പല സ്ത്രീകളും പുറത്തു പറയാൻ മടിയുള്ളതിനാൽ പരാതികളുമായി സ്റ്റേഷനിൽ എത്തിയിരുന്നില്ല. എന്നാൽ പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ പല സ്ത്രീകളും ഇത് വെളിപ്പെടുത്തുകയും വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ വിവരങ്ങൾ പങ്കുവച്ചും പോലീസുമായി സഹകരിച്ചു. വൈകുന്നേരം സമയങ്ങളിൽ മഫ്തിയിൽ പോലീസും നാട്ടുകാരും പലയിടങ്ങളിലായി ഒളിഞ്ഞിരുന്നും മറ്റും നടത്തിയ നിരീക്ഷണത്തിന് ഒടുവിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ CI PK ദാസ്, SI മാരായ VP അരിസ്റ്റോട്ടിൽ, EA സുരേഷ്, ASI മാരായ സജു പൗലോസ്, ആഷ്ലിൻ ജോൺ എന്നിവരുണ്ടായിരുന്നു. പിടിയിലായ ഷനാസിന് സമാന സംഭവത്തിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ ചേർന്നു. ഇത്തവണ ഗ്രാമപഞ്ചായത്ത് നന്ദിക്കര സെന്ററിൽ ഒരുക്കുന്ന ഓപ്പൺ ജിം വിത്ത് സ്നേഹാരാമം ഒരുക്കൽ പദ്ധതിക്ക് പുറമെ സ്കൂളുകളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സ്നേഹാരാമം ഒരുക്കും. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ഹരിതസഭ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാധാ വിശ്വംഭരൻ, G സബിത, വിജയൻ MK, ശ്രീധ പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ നിർദ്ദേശങ്ങളും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മികച്ച വിഷയാവതരണത്തിനുള്ള സമ്മാനം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദിക്കരയും, മികച്ച ടീമായി ALP സ്കൂൾ ആലത്തൂരും, മികച്ച അവതരണത്തിന് ALP സ്കൂൾ പൂങ്കോത്തറയിലെ നേഹ PS-ഉം, മികവ് പുലർത്തിയ അധ്യാപികയ്ക്കുള്ള സമ്മാനം PVS ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്മിത ടീച്ചറും, സ്നേഹ പോസ്റ്ററിനുള്ള സമ്മാനം പൂങ്കോത്തറ ALP സ്കൂളും കരസ്ഥമാക്കി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായ അമ്മയും കുഞ്ഞും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ കനാലിന്റെ വശത്ത് കാർ പാർക്ക് ചെയ്യുന്നതിനിടയിലാണ് സംഭവം. ചേന്നത്തുനാട് പുതുക്കാവടി ഗണേശന്റെ ഭാര്യ അനുവും കൊച്ചുകുട്ടിയും കൂടി പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്താണ് കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിഞ്ഞത്. തുടർന്ന് ചാലക്കുടി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ക്രെയിൻ കൊണ്ടുവന്ന് കനാലിൽ നിന്ന് കാർ കയറ്റി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അവിട്ടപ്പള്ളി മേഖലാ കുടുംബയോഗം ബ്ലോക്ക് ട്രഷറർ TA വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. IR ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി.
ബ്ലോക്ക് സെക്രട്ടറി കെ.വി. രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കെ. സുകുമാരൻ, പി.വി. പത്മനാഭൻ, പി.എസ്. സുരേന്ദ്രൻ, കെ.ആർ. ശശികുമാർ, ടി. ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പി. ശിവദാസ് മാസ്റ്റർ, സി.എൻ. വിദ്യാധരൻ എന്നിവർ ക്ലാസ് എടുത്തു. ഹരിതസഭ വാഗ്ദാനം പാലിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ മാതൃകാ ഹരിതസഭയിൽ ഉന്നയിച്ച ആവശ്യപ്രകാരം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മുഴുവൻ സ്കൂളുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. വിദ്യാലയ തലത്തിലുള്ള ബോട്ടിൽ ബൂത്തുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെറ്റിലപ്പള്ളി നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.യു. വിജയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, വാർഡംഗം കെ. വൃന്ദകുമാരി, സ്കൂൾ മാനേജർ കെ. വാസുദേവൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത്, എ.എസ്. സുനിൽകുമാർ, നിജി വത്സൻ, നിഖിത അനൂപ്, സേവ്യർ ആളൂക്കാരൻ, ജിനി സതീശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിൽജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രിൻസിപ്പാൾ ലിയോ സ്വാഗതവും ജോബി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ശുചിത്വത്തിന്റെ സന്ദേശവും പ്രവൃത്തിയും തുടങ്ങേണ്ട. ദേശീയപാത മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു. മണലിയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ലോറി മറിഞ്ഞത്. കോട്ടയത്ത് നിന്നും ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടയ്ക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്തെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണം. ഈ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് രൂപപ്പെട്ട ഗർത്തത്തിൽ വീണാണ് വാഹനങ്ങൾ മറിയുന്നത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ഉപയോഗിക്കുന്ന പാതയാണിത്. ചാലക്കുടി ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾക്ക് തിരിയാൻ സ്ഥലമില്ലാത്തതും അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ ലോറിയാണ് ഇവിടെ മറിയുന്നത്. കുത്തനെയുള്ള ഇറക്കവും വളവും ഉള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗം വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അതിരപ്പിള്ളിയിൽ കാട്ടാന മറിച്ചിട്ട എണ്ണപ്പന ദേഹത്ത് വീണ് പശു ചത്തു. വെറ്റിലപ്പാറ 14 നഴ്സറിപ്പടിയിൽ താമസിക്കുന്ന കണ്ണമ്പുഴ വീട്ടിൽ ജീമോന്റെ 70,000 രൂപ വില വരുന്ന പശുവാണ് ചത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30യോടെ പമ്പ് ഹൌസിന് സമീപം തീറ്റാൻ വിട്ട പശുക്കളെ പുഴയിൽ കുളിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴായിരുന്നു സംഭവമുണ്ടായത്. പശുക്കളിൽ മുന്നിൽ പോയ പശുവിന്റെ ദേഹത്തേക്കാണ് കാട്ടാന എണ്ണപ്പന മറിച്ചിട്ടത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പശു ചത്തു. സംഭവം കണ്ട് ഒച്ചവെച്ച ജീമോന്റെ നേരെയും കാട്ടാന പാഞ്ഞെടുത്തു. ജീമോൻ സമീപത്തെ റോഡിലേക്ക് ഓടി രക്ഷപ്പെട്ട നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും ചേർന്ന് ഒച്ചവെച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തി. കുറച്ചു നാളുകളായി വെറ്റിലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. പകൽ സമയങ്ങളിൽ പുഴയുടെ തുരുത്തുകളിൽ നിലയുറപ്പിക്കുന്ന കാട്ടാനകൾ വൈകുന്നേരം ആകുന്നതോടെ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. പലപ്പോഴും ആളുകൾ ആനകൾക്ക് മുൻപിൽ നിന്നും രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്കാണ്. പുഴയുടെ അരികിൽ വൈദ്യുതി വേലി സ്ഥാപിച്ച് ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്ന് നാട്ടുകാർ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഒരു 4:45-5:30 ഇടയ്ക്കൽ ഞാൻ പശുവിനെ കുളിപ്പിച്ച് വരുന്ന സമയത്ത് കാട്ടാന അവിടെ പന മറിച്ച് ഇട്ട് മറ്റേ പശുവിൻ്റെ മേലെ വീണു. പശു സ്പോട്ടിൽ തന്നെ മരിക്കുകയും ഞാൻ ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ട്. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടപ്പെട്ട അധികാരികളെ ഏൽപ്പിച്ച് പറഞ്ഞ് അവർ വന്നു നോക്കി അത് പോയി. പിന്നെ ഇതിന് നമ്മുടെ ഉപജീവനമാർഗമാണ് ഈ പശു. ചാലക്കുടി പരിയാരം അസീസി ആശ്രമം പള്ളിക്ക് സമീപത്ത് വെച്ച് മോട്ടോർ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പരിയാരം തൃപ്പാപ്പള്ളി കവലക്കാടൻ വർഗീസ് മകൻ 39 വയസ്സുള്ള ഷിൻസനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30ഓടെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഷിൻസനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചാലക്കുടി പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ ഷിൻസൺ ചാലക്കുടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അമ്മ ഫിലോമിന, ഭാര്യ സൈന, മക്കൾ സൈറ, സൈറിൻ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,105 രൂപ, പവന് 56,840 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൈക്കിലെത്തി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന വിരുദ്ധൻ കൊടകര പോലീസിന്റെ പിടിയിലായി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ ചേർന്നു. ഹരിതസഭ വാഗ്ദാനം പാലിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. അതിരപ്പിള്ളിയിൽ കാട്ടാന മറിച്ചിട്ട എണ്ണപ്പന ദേഹത്ത് വീണ് പശു ചത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.